ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അനഘ. അപ്പോൾ ഇതാ ഇന്നലെ വിഷുവിന് ഞങ്ങൾ കണി കണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് ഇതാ അടുക്കളയിലേക്ക് അമ്മ കയറിയിരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അവിയലിലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ തൈര് ഒഴിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ കഴിച്ചില്ല. പിന്നെ അവിയൽ എനിക്ക് അത്ര വലിയ പ്രിയമൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം അമ്മ ആദ്യം അവിയൽ ഉണ്ടാക്കി വെച്ചു. പിന്നെ ഞങ്ങൾ എപ്പോഴും ഫ്രഷ് ആയിട്ടാണ് കേട്ടോ അച്ചാർ ഇടാറ്. എപ്പോഴൊക്കെ വേണം അപ്പോഴേക്കും അപ്ലൈന് ഇട്ടുള്ളത്. അപ്പോൾ ശ്രീകുട്ടി അച്ചാറിന് വേണ്ടിയിട്ട് മാങ്ങ മുറിച്ചപ്പോൾ അത് പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴുത്ത അച്ചാർ ഇടണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് വേണ്ടിയിട്ട് പിന്നെ അവൾ മുറിച്ച് തരികയാണ് ചെയ്തത്. മൂവാണ്ട മാങ്ങയായിരുന്നു ഗൈസ്, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നിങ്ങൾക്ക് അറിയാലോ എനിക്ക് മാങ്ങ എത്രത്തോളം ഇഷ്ടമാണെന്നുള്ളത്. അതുകൊണ്ട് കിട്ടിയ മാങ്ങയൊക്കെ ഞാൻ കഴിച്ചു. പിന്നെ അവൾ ഒറ്റയ്ക്ക് നിന്നിട്ട് മാങ്ങ മുറിക്കുന്ന കണ്ടിട്ട് എനിക്കൊരു പാവം തോന്നിയിട്ട് അവളെന്നെ വിളിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിച്ചു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പായസം എന്ന് പറയുന്നത് പരിപ്പ് പായസമാണ്. കാരണം നിങ്ങൾക്ക് അറിയാലോ എനിക്ക് മിൽക്ക് പ്രൊഡക്ട്സ് ഒന്നും പാടില്ല എന്നുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് വെള്ളപ്പായസം മാത്രമേ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പം പിന്നെ അമ്മ ഉണ്ടാക്കിയിട്ട് എനിക്ക് പരിപ്പ് കറിയൊക്കെ ഇഷ്ടമായി തുടങ്ങി. അങ്ങനെ അതാ ശർക്കര ഉരുക്കിയിട്ടുണ്ട്. പിന്നെ അമ്മ അതാ പരിപ്പ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഇവളാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഞാൻ ഹാളിൽ ഇരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഇവളുടെ കുറച്ച് കൊഞ്ചലൊക്കെ നിങ്ങൾ കാണേണ്ടി വരും. ഇനി പരിപ്പ് വേകാൻ വെച്ചിട്ടുണ്ട് പായസത്തിനുള്ളത്. അപ്പോഴേക്കും നമ്മളുടെ അവിയലും പയറുപ്പേരിയും റെഡി ആയിട്ടുണ്ട്. ഇനി പായസത്തിന് മെയിനായിട്ട് വേണ്ടത് ഒന്നാം പാലും രണ്ടാം പാലും ആണല്ലോ. അപ്പം അമ്മ അത് ഒറ്റയ്ക്ക് നിന്നിട്ട് അതെല്ലാം ചിരകി എടുക്കുകയായിരുന്നു, തേങ്ങകളൊക്കെ. എനിക്ക് പറ്റുന്ന സമയത്ത് എല്ലാം ഞാനാണ് കേട്ടോ സഹായിച്ചിരുന്നത്. ഇപ്പം എനിക്ക് ഒന്നിനും പറ്റില്ല. ഇപ്പം അതുകൊണ്ട് തന്നെ ശ്രീകുട്ടിയാണ് എല്ലാത്തിനും സഹായിക്കുന്നത്. അവളിത് അപ്പോഴേക്കും മാങ്ങയൊക്കെ നുറുക്കി സെറ്റാക്കിയിട്ടുണ്ട്. അമ്മ അത് അച്ചാറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ സ്ഥിരം മാങ്ങച്ചാറാണ് കേട്ടോ ഉണ്ടാക്കാറ്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എനിക്ക് മാങ്ങ പിന്നെ നല്ല ഇഷ്ടമാണല്ലോ. അപ്പോഴേക്കും ഇത് മാങ്ങച്ചാർ ഫുൾ റെഡി ആയിട്ടുണ്ട്. പിന്നുള്ളൊരു ടാസ്ക് എന്ന് പറയുന്നത് ഒന്നാം പാല് രണ്ടാം പാല് റെഡിയാക്കുന്നതായിരുന്നു. അപ്പം അമ്മ ചിരകിയിട്ടുള്ള തേങ്ങയെല്ലാം നല്ല വൃത്തിയുള്ളൊരു തുണിയിലേക്ക് ഇട്ടിട്ട് അത് നന്നായി പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒന്നാം പാലും രണ്ടാം പാലും തയ്യാറാക്കി. പിന്നെ ഇത് അമ്മ ഒന്നാം പാല് ഒഴിച്ചു. ഒന്നാം പാല് ഒഴിച്ചപ്പോൾ തന്നെ നല്ല തിക്കായിട്ട് പായസം വന്നതുകൊണ്ട് തന്നെ രണ്ടാം പാല് പിന്നെ ഒഴിച്ചില്ല. പിന്നെ എനിക്ക് പായസത്തിൽ ഏറ്റവും ഇഷ്ടമായത് എന്താണെന്നറിയോ, പരിപ്പ് സത്യം പറഞ്ഞാൽ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല ക്രഞ്ചായിട്ട് കടിക്കാൻ പറ്റി. ഇതാണ് കേട്ടോ ഞങ്ങളുടെ കുട്ടിപ്പറമ്പ്. ഇപ്പൊ വാഴയിലയിൽ വിളമ്പാതെ എന്ത് സദ്യ അല്ലേ. അപ്പൊ അമ്മ അത് വാഴൻ്റെ വെട്ടാൻ പോവുകയായിരുന്നു. കുറേയൊക്കെ വാഴൻ്റെ നാശമായി പോയിട്ടോ. അപ്പൊ ഞങ്ങൾക്ക് 4 പേർക്കുള്ളതും പിന്നെ വിളക്കത്ത് വെക്കാനുള്ള ഇലയും കൂടിയാണ് വെട്ടുന്നത്. അപ്പൊ ഇങ്ങനെ 2 ഇല വെച്ചിട്ട് നമ്മളെ വിഷുവിനുള്ള എല്ലാ പദാർത്ഥങ്ങളും അതിലേക്ക് വിളമ്പിയിട്ട് അച്ചമ്മേനെ ഇവിടെ മറവ് ചെയ്ത സ്ഥലത്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ ഞാനാണ് സ്ഥിരമായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് വെച്ചിങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്തോ അച്ചമ്മയ്ക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു സന്തോഷമാണ് എനിക്ക്. അപ്പൊ അതിന് ഒരു ഇല കൊടുക്കും. അപ്പൊ ഇപ്രാവശ്യം ശ്രീക്കുമാണ് കൊടുത്തത്. അപ്പൊ നമ്മൾ കഴിക്കുന്നതിന്റെ മുന്നേ എല്ലാം അവർക്ക് വിളമ്പി കൊടുക്കും. അപ്പൊ അത് അവൾ അതിൽ നിന്ന് ഒരു ഇല എടുത്തിട്ട് ഇതാ പറമ്പിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ ഗൈസ്, ഇനിയുള്ള സമയം സദ്യ സമയമാണ്. എനിക്കിഷ്ടമാണ് ഈ സാധനങ്ങളൊക്കെ കഴിക്കാനും കൂട്ടിക്കുറച്ച് കഴിക്കാനും ഒക്കെ. അപ്പം അത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് കഴിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുങ്ങിയിട്ടുണ്ട്. എന്താ ശ്രീക്ക് ഒരുങ്ങിയിട്ട് അമ്മയും അച്ഛനും എല്ലാവരും ഒരുങ്ങിയിട്ടുണ്ട്. ഞാൻ പുതിയ സാരി കൊടുത്തിട്ടുണ്ട് ഗൈസ്. എൻ്റെ സാരി കണ്ടില്ല, എൻ്റെ കണിക്കൊന്ന സാരിയാണ്. എനിക്ക് കാർഡിയോളജിസ്റ്റ് സുരേഷ് സാർ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഞാൻ ഫുൾ സൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ അമ്മയും ശ്രീകുട്ടിയും കൂടി എനിക്ക് ഉടുത്ത് തന്നതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ കഴിക്കാൻ പോവുകയാണ്. ഒരുപാട് പേര് വന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടൊക്കെ കിട്ടി. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയൊക്കെ ഒരുപാട് പേര് വന്നു. ശേത ചേച്ചിയൊക്കെ വന്ന് എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടൊക്കെ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടൊക്കെയാണ്. എനിക്കറിയുന്ന ചേച്ചി തന്നെയാണ്. ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് ചേച്ചിയൊക്കെ വന്നത്. ഒരുപാട് പേര് വന്നു. അപ്പോൾ അതാ ഞാൻ സാരിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഫുഡല്ല സദ്യ. അപ്പോൾ അതാ ഞങ്ങൾക്ക് പപ്പടമുണ്ട്, ഓലനുണ്ട്, പിന്നെന്താ പുളിയഞ്ചിൻ്റെ അച്ചാറുണ്ട്, പയറുപ്പേരി ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് അവിയൽ എനിക്ക് പറ്റാത്തതുകൊണ്ട് കേട്ടോ ഞാൻ എടുക്കാത്തത്. പായസമുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ കഴിക്കട്ടെ ഗൈസ്. അങ്ങനെ ഞാൻ കുറേ നേരം ഇരുന്ന് ആസ്വദിച്ച് എല്ലാ സദ്യയും കൂട്ടി കുഴച്ച് കഴിച്ചു. അതെല്ലാം കാലിയായിട്ടുണ്ട്.
പിന്നെ എന്താ ഇങ്ങനെ പരിപ്പ് പായസം എടുത്തിട്ട് നക്കി കുടിക്കുക എന്ന് പറയുന്നത് അതിന്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് അല്ലേ. ഗ്ലാസ്സിലൊന്നും ഒഴിച്ചാൽ അതിന്റെ ടേസ്റ്റ് കിട്ടില്ല. ഞങ്ങളുടെ കഴിക്കലൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പരിപ്പ് കഴിക്കുകയാണ്. ആക്ച്വലി പരിപ്പ് വെന്തിട്ടില്ലെന്ന് അമ്മ പറഞ്ഞു, പക്ഷെ ആ പരിപ്പ് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കും സഫാനും ഒക്കെ കൊടുക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട് പായസം. ഞങ്ങൾ സദ്യ കഴിച്ചു കഴിഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സദ്യ കേട്ടോ. ഞങ്ങൾക്ക് വീട്ടിലേക്ക് വന്ന് തന്നെ ഭയങ്കര സന്തോഷമായി. ഗൈസ് അമ്മ നക്കി നക്കി തിന്നണേ ഗൈസ്. അച്ഛൻ്റെ കഴിഞ്ഞു, മറ്റാളുടെ കഴിഞ്ഞു. തുടച്ച് നക്കി കഴിച്ചു എല്ലാവരും. അപ്പോഴേക്കും ഇതാ ചിത്രേച്ചി സുധീഷ് ചേട്ടൻ്റെ ഫാമിലിയൊക്കെ വന്നു. ഹലോ ഗൈസ്, ഹാപ്പി വിഷു ഗൈസ്. ബിരിയാണി അത്ര സുധീഷേട്ടാ ഹാപ്പി വിഷു. പിന്നെ ഇതൊരു വലിയ ആള് ഞങ്ങളെന്നെ കാണാൻ വേണ്ടി വന്നു കേട്ടോ. ഇത് കിച്ചുട്ടൻ്റെ അനിയത്തിയാണേ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കിച്ചുവിന് ഒരു അനിയത്തി ജനിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതാ കുട്ടീനെയും കൊണ്ട് ചേച്ചി കാണാൻ വന്നിരിക്കുകയാണ്. ഞങ്ങളെ സുന്ദരി കുട്ടിയായിരുന്നു. പിന്നെ എല്ലാവരും സദ്യ കഴിച്ച് ഹാങ് ഓവറിൽ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു. ഇവർ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ കണ്ണു മൊത്തം അതിലായിരുന്നു രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങളത് തണ്ണിമത്തനൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അപ്പം ഇന്നത്തെ വിഷു കുട്ടികളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ കണിക്കുന്ന സാരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? സാരി എനിക്ക് സർപ്രൈസ് ആയിട്ട് തന്നതാണ് കേട്ടോ. എല്ലാവരും കമൻറ്റ് ചെയ്യണേ എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗൈസ്. ബൈ.